ഹലോ. നമ്മളിന്ന് ഉച്ചയ്ക്കത്തെ ശേഷത്തെ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് കുറച്ചധികം പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ ചെറിയ അസുഖമുള്ളത് കൊണ്ടും ഒക്കെ ഞാൻ വിചാരിച്ചു ഞാനങ്ങനെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ചെറിയ ചെറിയ വീഡിയോ ആയിരിക്കും. കാരണം കുറേയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ക്രിസ്മസ് വരുന്നുണ്ട്, പിന്നെ ന്യൂ ഇയർ വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മരിപ്പ് നടന്നതിൻ്റെ ആണ്ടിൻ്റെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലിവിങ് റൂമിലുള്ളൊരു ഷോക്കേസ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇതിൻ്റെ ക്ലീനിങ് നേരത്തെ നടന്നതാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇത് ഒരു മുകളിൽ ഗ്ലാസ് ഡോർ വെച്ചിട്ടുള്ളതും സ്ലൈഡിങ് ഡോറ്, അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് പോലെയുള്ളൊരു ഷോക്കേസാണ്. അപ്പോൾ ഒരുപാട് വേണ്ടാത്തതും ചീത്തയായിട്ടുള്ളതും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വേണ്ടാത്തതൊക്കെ കളഞ്ഞ് ബാക്കിയൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഇതിപ്പോൾ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി കുറച്ച് അധികം ക്ലീനിങ് ചെയ്യാനുണ്ട്. ഈ ഹാൾ ആണ് മെയിനായിട്ട് നോക്കണേ. ഷോക്കേസ്, പിന്നെ ഡൈനിങ് ടേബിള്, ചെയർ, പിന്നെ സോഫ സെറ്റ്, പിന്നെ ഞങ്ങളുടെ ഒരു പ്രെയർ ഏരിയ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്നത് തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. 2 കുട്ടി ആനകളുണ്ട്. പിന്നെ നമ്മൾ ഈ ക്രിസ്ത്യൻസ് മധുരം വെപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടത്തും നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റേ കിണ്ടിയും കോളാമ്പിയും ഒക്കെ നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ സാധാ ചില്ല്, ഗ്ലാസ്സുകൾ, അങ്ങനത്തെ ക്രോക്കറി ഐറ്റംസ് താഴെയും കുറച്ചിരിപ്പുണ്ട്. അതങ്ങനെ തുടച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് ഭയങ്കര പൊടിയായിട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ്, പിന്നെ കോപ്പറിൻ്റെ ഒരു ഗ്ലാസ്, അങ്ങനെയൊക്കെയാണ് ആ ഷെൽഫിലുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒറ്റ ഷെൽഫിൽ കൊള്ളാവുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുത്ത് വേണ്ടാത്ത കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അതായത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ക്ലോസ് ചെയ്തപ്പം അതിൻ്റെ ഒരു പണി കഴിഞ്ഞു. കുറച്ചും കൂടി ഒരു വൃത്തിയായിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ അത്രയും ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി പരിപാടിയുണ്ട്. സമയം 1:45. അപ്പം എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ മാറിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ചോറുണ്ട് കേട്ടോ. ഞാൻ ഈ കയ്യിൽ ഇത് ഓൺലൈനിൽ നിന്ന് 2 ദിവസം മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ഈ ചിരട്ടത്തവി എന്നൊക്കെ പറയുന്ന സാധനമാണത്. അത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിച്ചാണ്. ചോറാണ്, ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണ് കഴിക്കണേ. ചോറും കറിയും. ചോറ് മാത്രമാണെന്ന് വെച്ചത്. കറിയൊക്കെ തലേദിവസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കണേ. പിന്നെ കറിയായിട്ട് മോര് കറി, സോയ ഫ്രൈ ആണ്. ഒക്കെ തലേദിവസത്തെയാണ്. അമ്മ ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ല. കാരണം ക്ലീനിങ് തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കറിയിലേക്ക് നമ്മൾ വെക്കാൻ പോയില്ല. അപ്പോൾ സോയാബീൻ ഫ്രൈ, ഇത് നമ്മൾ സാധാരണ മസാല ഇട്ട് ഫ്രൈ ചെയ്യുന്ന സോയാബീൻ ഫ്രൈയും. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും മോരുകറിയും നല്ലൊരു കോംബോ ആണ്. അപ്പോൾ മോരുകറി ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ സോയാബീൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് മോരുകറിയും സോയാബീൻ. കായ ഇട്ടിട്ട് വെച്ചിട്ടുള്ള മോരുകറിയാണ് കേട്ടോ. നല്ലൊരു കോംബോ ആണിത്. ഇതും പിന്നെ എരിശ്ശേരിയും ആണുള്ളത്. ഞാൻ ഇവിടെ തലേദിവസം കറി ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനത്തെ സോയാബീനൊക്കെ എരിശ്ശേരി പോലുള്ളതൊക്കെ ഇങ്ങനത്തെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കുക ചെയ്യുന്നത്. മോരുകറി നമ്മൾ നേരെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഡ്ഡലി ചെമ്പിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റി ചൂടാക്കണ. കപ്പളങ്ങ ഉണ്ട്, പിന്നെ ഞാനതെടുത്തില്ല. എനിക്കിത് 3 ഇഷ്ടം. ഞാനത് 3 എടുത്തിട്ട് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ എല്ലാവരും അടുക്കളയിലിരുന്നും ഡൈനിങ് ടേബിളിലിരുന്നൊക്കെ കഴിക്കണത്. ഞാൻ പക്ഷേ എൻ്റെ ബെഡ്റൂമിലിരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസ് റൂമിലിരുന്നിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത്. അങ്ങനെ എത്ര പേര് കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എൻ്റെ ഒരു സ്പേസ് ഇരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തിട്ട് വന്നിട്ടുണ്ട്, കഴിക്കട്ടെ. നല്ല എരിശ്ശേരിയായിരുന്നു. ഇനിയാണ് ആക്ച്വലായിട്ടുള്ള വെള്ളവും തുണിയും ഒക്കെ വെച്ചിട്ടുള്ള ക്ലീനിങ് തുടങ്ങാൻ പോണത്. മറ്റത് ഷോക്കേസ് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതിയായിരുന്നു. ഇത് ഡൈനിങ് ടേബിളും ചെയറും സോഫ സെറ്റും ഒക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. അപ്പം വെള്ളം എടുത്ത് തന്നിട്ട് വെള്ളത്തിലിങ്ങനെ തുണി മുക്കി പിഴിഞ്ഞിട്ട് അങ്ങനെ തുടയ്ക്കുകയാണ് ചെയ്യുന്നത്.
അതൊരു 2-3 പ്രാവശ്യം വെള്ളം മാറ്റി തുടയ്ക്കേണ്ടി വരും. ഒറ്റ പ്രാവശ്യം തുടയ്ക്കുള്ളൂ. വെള്ളം ഒന്ന് കലങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളം മാറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ പഴയ ഫേർണിച്ചറാണ്, നല്ല വഴക്കമുണ്ട്. എൻ്റെ പ്രായം എൻ്റെ അമ്മ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫേർണിച്ചറാണ്. അപ്പം നമ്മൾക്ക് ക്ലീൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഭയങ്കരമായിട്ട് കളറും പോയിട്ടുണ്ട്, മറ്റേ പോളിഷ് അടിക്കില്ലേ അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ കരോൾ വരും, ക്രിസ്മസ് അല്ലേ, അപ്പോൾ കരോളൊക്കെ വരും. പിന്നെ ഒരു മരിപ്പിൻ്റെ ആണ്ടിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ ചടങ്ങുകളും കാര്യങ്ങളും. അപ്പോൾ അതിന് വീട്ടിലേക്ക് അച്ഛനും കപ്പിയാരും പള്ളിയിൽ നിന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ അല്ലെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഒന്ന് ഈസ്റ്ററിൻ്റെ സമയത്തും പിന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്തും. അപ്പോൾ കരോള് ഒക്കെ വരുമ്പം വീട്ടിലേക്ക് വരും അച്ഛൻ, അങ്ങനെ കപ്പ്യാരന്മാർ. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഉണ്ണീശോ ജനിച്ച ഒരു സമയമല്ലേ, അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ കസേരയും മേശ നമ്മൾ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. കസേരയൊന്നും അങ്ങനെ നീക്കി തുടയ്ക്കൽ ഡെയിലി അല്ലെങ്കിൽ അങ്ങനെ റെഗുലറായിട്ടൊന്നും ചെയ്യാറില്ല, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം അത് അങ്ങനെ തുടക്കുകയാണ്. ഡീപ്പ് ക്ലീനിങ് ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ കാണുമ്പോൾ തുടച്ച് പോകും എന്നല്ലാണ്ട്. അപ്പോൾ ഡൈനിങ് ഹാള് ഏരിയ കഴിഞ്ഞു, എല്ലാ കസേരയും മേശയും ഒക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സോഫ സെറ്റും ഇതേപോലെ മരത്തിൻ്റെയാണ്, നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ തുടക്കുകയാണ്. ഇത് ഭയങ്കര പഴക്കമുണ്ട്. അപ്പോൾ ഈ കുഷ്യനൊക്കെ കേടായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ അളവെടുത്ത് പിന്നെയും ചെയ്യിച്ചതാണ് കേട്ടോ. ഈ സോഫ സെറ്റ് 5 സീറ്ററാണ്. വേറെ കവറ് നമ്മളൊരു ഷീറ്റ് പോലെ എന്തെങ്കിലും സോഫ കവർ പോലെ ഇടാറുണ്ട്. പിന്നെ പുതിയ ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മടി കാരണം എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കുറേ ആയി നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടില്ലേ, അങ്ങനെ ആകുമ്പം ഉള്ളിലേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പൊടി കിടക്കില്ല. മറ്റേ നമ്മൾ എത്ര കവർ ഇട്ടാലും പൊടി ഉണ്ടാവും സോഫയുടെ കുഷ്യനിലൊക്കെ. ബാക്കിയൊന്നും നമുക്ക് തുടയ്ക്കണം, നമ്മൾ കുഷ്യൻ തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന 5 സീറ്ററിൻ്റെ സോഫ കവർ ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കണം തുടങ്ങിയിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ഞാൻ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ അത്രയും, കാരണം വലിയ പൊടിയൊന്നുമില്ല, നമ്മൾ കവർ യൂസ് ചെയ്യുന്നുണ്ട് ഒക്കെ. ടീപ്പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടയ്ക്കുകയാണ്. ഇത് റെഗുലറായിട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യണത്. പിന്നെ ജനലയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടനൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും സോഫ മാറ്റിയതുകൊണ്ട് ഞാൻ ആ പടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ വെറുതെ ഇട്ടിരിക്കുന്ന ഒരു കസേരയാണ്, നമ്മൾ മറ്റേ കയറ് കൊണ്ട് ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനത്തെ കസേരയാണ് കേട്ടോ. പിന്നെ അതൊരു പ്രെയർ ഏരിയയാണ്, അവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ക്ലീനിങ്ങും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു മരിപ്പ് നടന്നുകൊണ്ട് അങ്ങനെ ഡെക്കറേഷനും പാർട്ടിയും അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ഞാൻ ആ ഡ്രോയർ അവിടെയാണ് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെക്കണേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് മര്യാദ തുടച്ചിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് ഇതാണ് മതിൽ നമ്മുടെ പുറത്ത്. അപ്പോൾ നാളെ ആക്ച്വലി കരോൾ വരികയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. മതിൽ നല്ല പായലുണ്ട്, അതിൻ്റെ മുകളിൽ മാത്രമാണ് പായലുള്ളത്. ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഉണ്ടെങ്കിനെ സോപ്പ് വെള്ളം വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചത് പൊക്കോളും. പക്ഷെ അത് നല്ല പണിയായിരുന്നു, എൻ്റെ അണ്ടകടാഹം വരെ കത്തിപ്പോയി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നന്നായി ഉരച്ചിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഓസിട്ടിട്ട് വെള്ളം നനച്ചത് പൊക്കോളും. പക്ഷെ അത് ഉരച്ച് കഴുകുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. സോപ്പ് വെള്ളമാണ് ഈ ബക്കറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉരച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പം മമ്മി അപ്പുറത്ത് കാർ പോർച്ച് കഴുകുന്നുണ്ട്, ഞാനാണ് ഈ മതിലും പിന്നെ അപ്പുറത്തൊരു മതിലുണ്ട് അവിടെയും കൂടി. എനിക്ക് തോന്നുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കഴുകുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളം ഉള്ളിടത്തുകൊണ്ട് എനിക്കിത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ട്രൈപോഡ്. അപ്പോൾ ഞാൻ ഇവിടെ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം മതിലുണ്ട്, ബാക്കി ഗേറ്റാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഉരച്ച് കഴുകിയിട്ട് സോപ്പിട്ടിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് കഴുകും. എന്നിട്ട് നമ്മൾ ഓസ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് നല്ല പണിയായിരുന്നു. പിന്നെ ഈ കാർ പോർച്ചും കൂടെ കണ്ടോ, നല്ല ചെളിയാണ്, പായൽ നല്ല പോലെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഓസും കൊണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൂരം ഇങ്ങനെ പായൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ പോവാണ്. അപ്പോൾ അത് മതിലിൻ്റെ താഴത്തേക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴുകുമ്പോൾ അങ്ങോട്ടും ആവും. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെയും ഉരച്ച് കഴുകണം. നല്ല പണിയായിരുന്നു കേട്ടോ. പക്ഷേ ഡിഫറൻസ് കണ്ടില്ലേ, എന്ത് നന്നായിട്ട്
ആയിരിക്കണം. ആ പായലിങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു വൃത്തിയായി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കോലം കണ്ടില്ല, നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ. ഈ മതിലാണ് കേട്ടോ ആദ്യം കഴുകിയത്. ഇതിലും ഭയങ്കര പായലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കഴുകി ഫുൾ കാർപോർച്ച് വെള്ളം ഒഴിച്ച് ഉരച്ച് കഴുകി. പിന്നെ ആ മതിലും ഗേറ്റൊന്നും പിന്നെ തൊടാൻ നിന്നില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെ പോയി കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് രാത്രി ഇതേ അപ്പുറത്തെ വീട്ടിൽ കരോള് വന്നാണ് കേട്ടോ. അവരുടെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ അവർ രണ്ടുപേരും, അവരുടെ 2 വീട്ടിലും കരോള് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അവിടെ ഇന്നായിരുന്നു കരോള്. നമുക്ക് നാളെയാണ് കേട്ടോ കരോള് ഇവിടെ. അപ്പം എവിടെ വരെ എല്ലാവരുടെയും ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബൈ.